നിങ്ങൾക്കറിയാമോ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു പാർട്ടിയുണ്ട്, BDJS, ഭാരത് ധർമ്മജന സേന. കേട്ടിട്ടുണ്ടോ ഈ പാർട്ടിയെ? ഇങ്ങനൊരു പാർട്ടിയുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ സർവാധികാരി. അദ്ദേഹമാണ് NDA കൺവീനറും നമ്മുടെ സംസ്ഥാനത്ത്. NDA എന്ന് പറഞ്ഞാൽ BJPയുടെ സഖ്യകക്ഷി കൂടിയാണ് ഭാരത് ജനസേന. അത് പിറന്നിട്ട് 10 വർഷമായി. ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് വെള്ളാപ്പള്ളി നടേശനാണ് അതിൻ്റെ പിറവിയൊക്കെ പ്രഖ്യാപിച്ചത്. ഒരു സമുദായം മുഴുവൻ ഒപ്പമുണ്ടാകുമെന്ന ധാരണയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് ഈ BDJSന് രൂപം നൽകിയത്. BDJS BJPയുടെ സഖ്യകക്ഷിയായി, NDAയുടെ സഖ്യകക്ഷിയായി. മോദി പ്രഭാവം BDJSന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന തരത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും കേരളത്തിൽ നാളിതുവരെ വേരോട്ടമുണ്ടാക്കാൻ BDJSന് കഴിഞ്ഞിട്ടില്ല. ആ സമുദായത്തിന് പോലും, അതായത് ഈഴവ സമുദായത്തിന് പോലും ഒരു നന്മയുണ്ടാക്കാൻ BDJSന് കഴിഞ്ഞതായി ഇന്നു വരെ തെളിവില്ല. അവർ പോലും ഇതിനെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. പലതവണ തോൽവിയോട് തോൽവിയാണ് BDJS എന്ന് പറഞ്ഞാൽ ഒരു തർക്കവുമില്ല. തോൽവിയോട് തോൽവിയാണ്. ഇന്നത്തെ ചില പത്രങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയുടേതായ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് O രാജഗോപാലിൻ്റെ വിജയം BDJSൻ്റെ സംഭാവനയാണ്. അതായത് കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ കേരളം BJPക്ക് ബാലികേറാമലയായിരുന്നു, NDAക്ക് ബാലികേറാമലയായിരുന്നു. അതിനെ മാറ്റി NDAക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത് BDJS ആണ്. ഇത് കേട്ട സുരേന്ദ്രൻ ആദ്യം തുഷാർ വെള്ളാപ്പള്ളിയെ തെറിവിളിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഇല്ലാത്ത അവകാശവാദങ്ങളും പൊങ്ങച്ചവും BDJSൻ്റെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് സുരേന്ദ്രൻ തുഷാർ വെള്ളാപ്പള്ളിയെ താക്കീത് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. O രാജഗോപാൽ ജയിച്ചു കയറിയത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം വയനാട് നിന്ന് രാജിവെച്ച് പോയല്ലോ ഒരാൾ, മധു എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ നിന്ന് രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, BJPയിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. അദ്ദേഹം പറഞ്ഞല്ലോ O രാജഗോപാൽ ജയിച്ചത് എങ്ങനെ? സഹതാപതരംഗം കൊണ്ടാണ് ജയിച്ചത്. നിന്ന് തോറ്റ് എവിടെ നിന്നാലും തോക്കുന്നു. ഇനി ആ വയോധികന് വേറെ അവസരമില്ല എന്ന് തന്നെയായിരുന്നു BJP എന്ന് പ്രചരിപ്പിച്ചതും. കാരണം ഞാൻ ആ മണ്ഡലത്തിലുള്ള ആളാണ്. വോട്ട് ചെയ്യാൻ പോയപ്പോൾ BJP ആളുകളൊക്കെ നമ്മളെ കാണുമല്ലോ, കണ്ടിട്ട് പറയും ഇക്കുറി BJPക്ക് വോട്ട് കൊടുക്കണം, നിങ്ങൾ വേറെ പാർട്ടിയാണെന്നൊക്കെ അറിയാം, പക്ഷേ വോട്ട് കൊടുക്കും. അപ്പച്ചൻ ഇനി വേറെ മത്സരിക്കാൻ അവസരമില്ല, പ്രായം ഒരുപാടായില്ലേ, ഇത്തവണയെങ്കിലും നിങ്ങൾ വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാണ് BJPക്കാർ ക്യാമ്പയിൻ ചെയ്തത് പോലും. ഈ വയനാട് നിന്ന് പാർട്ടി വിട്ടു വന്ന വലിയ നേതാവ് തന്നെ പറയുന്നു O രാജഗോപാൽ ജയിച്ചത് സഹതാപ തരംഗം കൊണ്ടാണെന്ന്. അപ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു അത് BDJSൻ്റെ കരുത്ത് കൊണ്ടാണ് ജയിച്ചതെന്ന്. BDJS എന്ന ഈർക്കിലി പാർട്ടിക്ക് ഇവിടെ 4, 3, 7 ആളാണുള്ളത്. അവരുടെ കരുത്ത് കൊണ്ടാണ് O രാജഗോപാൽ ജയിച്ചത്. ഇനി എന്തിനാ അടുത്തൊരു അവകാശവാദം? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് BDJSൻ്റെ കാരുണ്യം കൊണ്ടാണ്. ആലോചിച്ച് എന്ത് വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്. സുരേഷ് ഗോപി ജയിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ കൊണ്ടാണ്, അതായത് സിനിമാ നടൻ എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടാണ് ജയിച്ചതെന്ന് BJPയുടെ വലിയ നേതാക്കൾ തന്നെ പറയുന്നു. അതുമാത്രമല്ല, പൂരം കലക്കി ഭൂരിപക്ഷ വോട്ടുകൾ തട്ടിയെടുത്ത കാര്യം നമുക്കറിയാം, അതും വലിയ വിവാദമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ് സുരേഷ് ഗോപി ജയിച്ചത്. അല്ലാതെ ക്രൈസ്തവ സഭകളിൽ പോയിട്ട് മേലധികാരികളെ കണ്ടും വൈദികരെ കണ്ടും കന്യാസ്ത്രീകളെ കണ്ടും മാതാവിൻ്റെ പള്ളിയിൽ പോയി കിരീടം സമർപ്പിച്ചുമൊക്കെ ആളുകളുടെ മനസ്സിൽ കടന്നുകൂടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. ഇലക്ഷൻ തന്ത്രങ്ങൾ അതുപോലെ പാലിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചു പോയത്. ഇനി ഒരിക്കലും ജയിക്കുമെന്നും തോന്നുന്നില്ല. കാരണം കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ഗുണവുമില്ല, കേരളത്തിന് യാതൊരു ഗുണവും അദ്ദേഹം ചെയ്യുന്നുമില്ല. ഇപ്പം തന്നെ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞല്ലോ, ദുരന്ത നിവാരണ ഫണ്ട് പോലും അടിച്ചു മാറ്റിയ കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക്, അല്ലെങ്കിൽ ആ ഡെലിഗേഷൻ്റെ കൂടെ ഒന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായെ കാണാൻ പോവുക, അതുപോലും ചെയ്യാത്ത സുരേഷ് ഗോപിയെക്കുറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. സുരേഷ് ഗോപി ജയിച്ചത് BDJSൻ്റെ കാരുണ്യം കൊണ്ടാണ്. ആലോചിച്ച് നോക്ക്, എന്ത് വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്. ഇനിയുമുണ്ട്. സംഘടിത വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ നിലനിന്നത്. സംഘടിത വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നിലനിന്നിരുന്നത്. അത് പൊളിച്ചെടുക്കാൻ BDJSന് കഴിഞ്ഞു എന്നാണ് ഒരു അവകാശവാദം. പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി, താങ്കളുടെ പിതാവ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പറഞ്ഞത് എന്താണ്? സംഘടിത പരമ്പരാഗത രാഷ്ട്രീയ തടവറയിലാണ് ഇപ്പോഴും നിങ്ങളുടെ സമുദായം പോലും. അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ഇപ്പോഴും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പാർട്ടി ആഹ്വാനം നിങ്ങൾ പറയുന്നു അതൊക്കെ തകിടം മറിച്ചുവെന്ന്. എന്തിന് പിന്നെ നിങ്ങളുടെ പിതാവ് ഇങ്ങനെ പറയണം? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ. നിങ്ങളുടെ പിതാവ് വിചാരിച്ച് കുറേ ആളുകളുടെ വോട്ട് BJPയിലേക്ക് മറിക്കാൻ കഴിഞ്ഞു. അത് വാസ്തവമാണ്. ഈഴവ സമുദായത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിൽ നിങ്ങളുടെ പിതാവ് വിജയിച്ചു. അത് നിങ്ങളുടെ പാർട്ടിക്ക് ഉള്ള ഗുണമല്ല. നിങ്ങളുടെ പിതാവ് അവിടെ അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് BJPക്ക് കുറേ വോട്ട് മാറിപ്പോയി. അങ്ങനെ CPMൻ്റെ ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്ന വോട്ടിൽ കുറച്ച് വിള്ളൽ വരുത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അത് BDJSൻ്റെ ഗുണമായി കരുതരുത്. അത് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള പ്രതിരോധ മാർഗം CPM സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
പല സ്ഥലങ്ങളിലും ശവസംസ്കാര ചടങ്ങുകളിൽ പോലും CPM-ൻ്റെ ഇടപെടലുണ്ട്. മഞ്ഞക്കൊടിക്ക് പകരം ചുവന്ന ചെങ്കൊടി പുതപ്പിച്ചാണ് ഈഴവ സമുദായാംഗങ്ങളെ ഇപ്പോൾ ശവമടക്ക് പോലും നടക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. NDA ഘടകകക്ഷിയായത് ഭയങ്കര ഗുണം ചെയ്തു എന്ന് പറയും. NDA ഘടകകക്ഷിയായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്? നിങ്ങൾക്ക് കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ സമുദായത്തിനോ നിങ്ങളുടെ അണികൾക്കോ ആ ഗുണങ്ങൾ യാതൊന്നും കിട്ടിയിട്ടില്ല എന്ന പച്ച പരമാർത്ഥം താങ്കൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സമുദായത്തിന് പോലും വേണ്ടാത്ത പാർട്ടിയാണ് BDJS എന്ന് തെളിയിക്കുന്ന കാഴ്ചയിലേ കണ്ടത്. എവിടെയാണ് നിങ്ങൾക്ക് വോട്ട് ലഭിക്കുന്നത്? നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പോലും തോറ്റുപോകുന്നു. സമുദായത്തിന് അത്രയും വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ പോലും തോറ്റുപോകുന്നെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷിക്ക് ഒരു ഈർക്കിലി പാർട്ടിയുടെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇനി മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ നേട്ടങ്ങളായി ചിത്രീകരിക്കുന്നു. മോദി സർക്കാർ എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്? കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ വിഭജിച്ചതോ? സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇപ്പോൾ ഇത്തവണ ഇലക്ഷൻ നടത്തിയല്ലോ. BJP എന്താ അവിടെ വരാത്തത്? BJPയുടെ ഗുണമാണെങ്കിൽ BJP അവിടെ അധികാരത്തിൽ വരണ്ടേ? BJP വന്നില്ലല്ലോ. അവിടെ മറ്റ് കക്ഷികളല്ലേ വന്നത്. അപ്പോൾ അവിടെയും കാശ്മീർ പ്രശ്നത്തിൽ നിങ്ങൾ അടപടലം പരാജയപ്പെട്ട സംഭവമാണ്. NDAയുടെ തീരുമാനങ്ങൾ അടപടലം പരാജയമായിരുന്നു എന്ന് കാശ്മീരിലെ ജനം വിധി എഴുതി. അപ്പോഴും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നു. പിന്നെ നോട്ട് നിരോധനം, മോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾ വാചാലനാകുന്നുണ്ട്. അവിടെ എവിടെയാണ് സാമ്പത്തിക പരിഷ്കാരം? GDP നിരക്കൊക്കെ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുവെങ്കിലും ഡോളറിന് മുന്നിൽ നമ്മുടെ രൂപ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയല്ലേ? രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയല്ലേ? മോദി സർക്കാർ ചെയ്യുന്ന ഗുണങ്ങൾ എന്താണ്? അദാനിക്കും അംബാനിക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതല്ലാതെ മറ്റെന്താണുള്ളത്? സാമ്പത്തിക പരിഷ്കാരമായിരുന്നല്ലോ നോട്ട് നിരോധനം. നോട്ട് നിരോധനം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? എന്തിനാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്? ഇതിനെക്കുറിച്ചൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് യാതൊന്നും പറയാനില്ല. അദ്ദേഹം ഇങ്ങനെ ഗീർവാണം മുഴക്കുകയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയ വമ്പിച്ച പാർട്ടിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടിയാണ്, CPM കഴിഞ്ഞാൽ അടുത്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ BJPക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാമെന്നല്ലാതെ BDJSന് കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വേരോട്ടം നടത്താനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് പരമാർത്ഥം. 10 വർഷമാകുന്നു. 10 വർഷം കൊണ്ട് പടവലങ്ങ പോലെ വളർന്നു എന്നല്ലാതെ യാതൊരു നേട്ടവും BDJSന് അക്കൗണ്ടിലില്ല എന്നതാണ് പരമാർത്ഥം. എന്നിട്ട് വെറുതെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ഒ രാജഗോപാൽ ജയിച്ചത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്, സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഞങ്ങളാണ്, പിന്നെ മോദിയുടെ ഭരണ നേട്ടങ്ങൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ നിവേദനം കൊടുക്കുന്നതുകൊണ്ടാണ് മോദി എല്ലാം ചെയ്യുന്നതെന്ന്. എന്നാൽ നിങ്ങൾ മോദിക്ക് നിവേദനം കൊടുത്തിട്ട് വയനാടിൻ്റെ ദുരിതാശ്വാസത്തിന് എത്രയും വേഗം ഫണ്ട് തരാൻ പറയൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ നേതാക്കൾക്കും താല്പര്യമില്ല, നിങ്ങളത് ചെയ്യുകയില്ല. നിങ്ങൾ ആളുകളുടെ മനസ്സിൽ വർഗീയയുടെ വിഷം കുത്തിവെച്ച് RSSൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, സംഘപരിവാർ അജണ്ടയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ടിയല്ല വളരുന്നത്. നിങ്ങൾ വളം വെച്ച് കൊടുക്കുന്നത് സംഘപരിവാർ ആശയങ്ങൾക്കാണ്. ഹിന്ദു തീവ്രവാദത്തിനാണ് നിങ്ങൾ വളം വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ സമുദായ അംഗങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്ക് തന്നെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ എത്ര കേസുകളുണ്ട്? ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പോൾ BDJS എന്ന് പറയുന്നത് ഭാരത് ധർമ്മജന സേന എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഭാരതവും ഇല്ല, ധർമ്മവുമില്ല, ജനവുമില്ല, സേനയുമില്ല, വെറും BDJS മാത്രം. അതുകൊണ്ട് ഇങ്ങനെ നിഗളിക്കാൻ പാടില്ല. ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാർട്ടികൾ വേറെയുണ്ട്. നിങ്ങളുടെ ഈർക്കിലി പാർട്ടി ഇവിടെ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പൊള്ളയാണ്, കാപട്യമാണ്. 10 വർഷം കൊണ്ട് 10 നൂറ്റാണ്ടുകളുടെ പഴക്കത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന മനോഭാവമാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയുക ശ്രീ തുഷാർ വെള്ളാപ്പള്ളി.